പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ബീഫ് അച്ചാർ കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു ബീഫ് അച്ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റും ഒരു മണമൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതിൽ ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഞാൻ ഇതിൻ്റെ ആ ഒരു നെയ്യും കൂടെ ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഇട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്കിന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നുകിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂർ നേരത്തേക്കിനാട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇതിപ്പം 1.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം ഒരു 4 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറി ഇപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പം ഒട്ടും വെള്ളം ഇല്ലാതെ വെച്ച് കൊടുത്തതാണ്. ഇത് വെന്ത് വന്നപ്പം കുറച്ച് വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഒന്നുകിൽ വെള്ളം വറ്റിച്ച് ഇതുപോലെ എടുക്കാം, ഇല്ലെങ്കിൽ വെള്ളം ഊറ്റി കളഞ്ഞാലും മതി. ഞാൻ പക്ഷേ ഇപ്പം വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നേക്കുന്നത്. നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ബീഫ് അച്ചാറിന്. ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഉലുവ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തേക്കുന്നതാണ്. ഇനിയും ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 3 കുടം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പം ഇതിൻ്റെ പകുതി ഭാഗം എടുത്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ എണ്ണമയൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മാത്രം മതി, വെള്ളം ഒഴിച്ച് എടുക്കരുത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അച്ചാറിന് നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് കിട്ടും. മാത്രമല്ല നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയും ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വിനാഗിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് മിക്സാക്കി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വിനാഗിരിയൊക്കെ ഇതിലേക്ക് ചേർന്ന് തന്നെ കിട്ടും. ആ വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം.
ഈ ഒരു അച്ചാർ മാത്രമല്ല, വേറെ ഏത് അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുവാണെങ്കിലും ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴാട്ടോ ഇത് എടുത്തത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാം. ഇത് പൊറോട്ട, ചപ്പാത്തി, ചോറ് എന്നിവയോട് കഴിക്കാൻ അടിപൊളിയാട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്